ഇന്ന് ജെയിൻ പാണ്ഡയെ പറ്റി ചില കൗതുകകരമായ കാര്യങ്ങൾ അറിയാം. ജെയിൻ പാണ്ഡ സത്യത്തിൽ ചൈനയ്ക്ക് സ്വന്തമാണ്. വേറൊരു രാജ്യത്തിനും ജെയിൻ പാണ്ഡ സ്വന്തമല്ല. ജെയിൻ പാണ്ഡ ചൈനയും ജെയിൻ പാണ്ഡയുമായിട്ടുള്ള ബന്ധം നമ്മളെല്ലാം കരുതുന്നത് ചൈനയുടെ ദേശീയ മൃഗമാണ് ജെയിൻ പാണ്ഡ എന്നാണ്. സത്യത്തിൽ അങ്ങനല്ല. ജെയിൻ പാണ്ഡ ചൈനയുടെ ദേശീയ മൃഗമല്ല. അത് ഔദ്യോഗികമായി ഇതുവരേക്കും ചൈന പ്രഖ്യാപിച്ചിട്ടില്ല. അത് നമ്മളായിട്ട് കരുതി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യക്ക് ഒരു ദേശീയ ഭാഷയുണ്ട്, അത് ഹിന്ദിയാന്ന് കൊച്ചിലെ പോലെ പഠിച്ച് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് പോലെ അങ്ങനെ ഒരു കാര്യം മാത്രമാണ്. പക്ഷെ ചൈനയ്ക്കും ജെയിൻ പാണ്ഡയ്ക്കും ഒരു ബന്ധം എന്തെന്നാൽ ചൈനയോടെ ജെയിൻ പാണ്ഡ, ലോകത്തിലുള്ള ജെയിൻ പാണ്ഡ, നമ്മുടെ ഇന്ത്യയിൽ ജെയിൻ പാണ്ഡയില്ല. നമ്മുടെ ഇന്ത്യയിലുള്ളത് റെഡ് പാണ്ഡയാണ്. ജെയിൻ പാണ്ഡ മറ്റ് രാജ്യങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചൈന. ആ വാടകയ്ക്ക് കൊടുക്കുന്ന സൂക്കളിൽ കുഞ്ഞുങ്ങൾ ജനിച്ചാലും ആ കുഞ്ഞുങ്ങളെ തിരിച്ച് ചൈനയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതാണ്. 12 മുതൽ 16 നേരം ഭക്ഷണം കഴിക്കും. അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം എന്ന് പറയുന്നത് തന്നെ ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. അതും മുളന്താണ് ഏറ്റവും ഇഷ്ടം. ഒരു രസത്തിന് പറയുവാണെങ്കിൽ അതൊരു മടിയനാണ്. അതിന് എളുപ്പം തിന്നാൻ കിട്ടുന്നതാണെന്നൊക്കെ ആൾക്കാർ പറയാറുണ്ടെങ്കിലും അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുളന്തണ്ടാണ്. ഒരു 12 മുതൽ 16 പ്രാവശ്യം കഴിക്കും. ഒരു 40 പ്രാവശ്യം ഇത് ബാത്റൂം പോകും. എന്തുകൊണ്ടാണെന്നാൽ ഇത് പെട്ടെന്ന് ദഹിക്കും. പോഷക മൂല്യം ഇല്ലാത്തത് കൊണ്ട് ആരോഗ്യമില്ലാതെ എപ്പോഴും ഇതിങ്ങനെ അലസമായിട്ട് കിടക്കും. അത് അതിന്റെ നമ്മൾ കളിയാക്കുന്ന പോലല്ല, അതിന്റെ ഹെൽത്ത് അങ്ങനെയാണ്. ജനിക്കുമ്പോൾ വളരെ എലിക്കുഞ്ഞിനെയും പോലെ വളരെ ചെറുതായിരിക്കും, റോസ് കളർ ഉണ്ടാവും, ക്യൂട്ടായിട്ടാണ് ജനിക്കുന്നത്. അതായത് നമ്മള് ജെയിൻ പാണ്ഡയെ കാണുമ്പോൾ പാണ്ഡ കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം മുളന്തണ്ട്. പക്ഷെ അത് കടിച്ചു പിടിച്ചിരിക്കുന്നത് 6ാം വിരലാണത്. അത് നമ്മുടെ ഈ കൈയുടെ മണിക്കെട്ടെന്ന് പറയത്തില്ല, മണിക്കെട്ട് പോലെ ഉള്ള ഒരു 6ാം വിരലാണ് അതിന്. അത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രകൃതി അതിന് കിട്ടിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിങ്ങനെ കടിച്ചു പിടിക്കുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ ആഹാരം എന്തോരം കരിമ്പൊക്കെ കഴിക്കാനൊക്കെ നമുക്ക് തോന്നുന്നത്. മറ്റുള്ള പാണ്ഡകളെ ഈ ജെയിൻ പാണ്ഡയ്ക്ക് ഇഷ്ടമല്ല. അതായത് കൂട്ടുകൂടി നടക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കണം, കണ്ട മരത്തിലൊക്കെ വലിഞ്ഞു കയറണം, മറിഞ്ഞ് താഴെ വീഴണം. ജീവികളിൽ ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നതും സ്വന്തം കുസൃതിയാൽ മരണം സംഭവിക്കുന്നതും ഒരു ജീവി എന്ന് വെച്ചാൽ ജെയിൻ പാണ്ഡയാണ്. അതുകൊണ്ട് തടങ്ങിയിരിക്കത്തില്ല. എവിടെ വേണമെങ്കിലും വലിഞ്ഞു കയറും, മരത്തെ കയറും, താഴെ വീഴും, അവിടുന്ന് ഓടി കയറും. അങ്ങനെ ഒരു കുസൃതി നിറഞ്ഞ അടങ്ങിയിരിക്കാത്ത സ്വഭാവമാണ് ജെയിൻ പാണ്ഡയുടെ. അതായത് അതിന് വംശഭീഷണി നേരിടുന്നുണ്ടെങ്കിൽ അതിന് കാരണം അത് തന്നെയാണ്. എവിടെ അടങ്ങിയിരിക്കാത്തത്, പിന്നെ പോഷക മൂല്യത്തിന്റെ കുറവ്, ഇതൊക്കെ തന്നെയാണ് പ്രധാന കാരണം. ആള് മാംസഭോജി ഇനത്തിൽ പെട്ടതാണെങ്കിലും അത് കഴിക്കുന്നത് വെജിറ്റേറിയൻ ആണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ അത് വംശഭീഷണി നേരിടാനായിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ജെയിൻ പാണ്ഡയ്ക്ക് ഡാഷ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അതൊരു പ്രധാന കാരണമായതുകൊണ്ട് ചൈനയിലെ സൂമുകൾ എന്ത് ചെയ്യുമെന്നാൽ ഈ ഡാഷ് ചെയ്യുന്ന വീഡിയോ ഈ ജെയിൻ പാണ്ഡയ്ക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ അതിന് താല്പര്യമില്ല. അതിന് താല്പര്യമുള്ള സമയങ്ങളിൽ അതിനെ ഇണയെ കിട്ടാറുമില്ല. ഒരു ശരാശരി അതിന്റെ ആയുസ് 20 വയസ്സിൽ നിന്ന് 30 വയസ്സ് വരെയാണ്. അതായത് കാട്ടിൽ കഴിയുകയാണെങ്കിൽ അതിന് 20 വയസ്സും, സൂമുകളിൽ മനുഷ്യർ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് 30 വയസ്സുമാണ് ആയുസ്. ഏത് സൂവിലാണെന്ന് പറഞ്ഞാലും ആ ജെയിൻ പാണ്ഡ വാടകയ്ക്ക് കൊടുക്കുന്ന കാലാവധി കഴിയുമ്പോൾ ചൈനയ്ക്ക് അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇതൊരു വളരെ രസകരമായ കാര്യമല്ലേ. വീണ്ടും വേറെ രസകരമായ വീഡിയോ ആയി വീണ്ടും വരാം. നന്ദി.